ഹലോ, വെൽക്കം ടു എജുപോഡ്. മക്കളെ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നതല്ലോ. നമ്മുടെ എക്സാം ഇങ്ങ് അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജോഗ്രഫിയിൽ വെറും 30 മാർക്ക് എങ്ങനെ ഈസി ആയിട്ട് നേടാമെന്ന് നോക്കിയാലോ. കുറച്ച് ക്വസ്റ്റ്യൻസ് പറ്റപ്പെടും. റെഡിയല്ലേ നിങ്ങൾ? അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ഓണം എക്സാമിന്റെ നമ്മുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഈ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് അറിയോ? നമ്മുടെ ജോഗ്രഫിയുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് എന്തുണ്ട്, ഓരോ ചാപ്റ്റേഴ്സിന്റെയും സമ്മറി ലഭ്യമാണ്. അതുപോലെ PYQs, മൈക്രോ ബിറ്റ് വരെ അവൈലബിൾ ആണ്. അപ്പൊ പെട്ടെന്ന് എന്ത് ചെയ്യാ, നമ്മുടെ ഈ ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ വീഡിയോയുടെ താഴെ നമുക്ക് കമന്റ് ബോക്സിൽ മുകളിലായിട്ട് ലിങ്ക് ഉണ്ടാകും, ജോയിൻ ചെയ്യുക. ഒരു കുടക്കീഴില് ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുകയാണ്. അപ്പൊ മിസ് ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, പെട്ടെന്ന് ജോയിൻ ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു ജോഗ്രഫിയിൽ നിന്നും 30 മാർക്ക് എങ്ങനെ സ്കോർ ചെയ്യാം. ഒരു ടോപ്പ് ക്വസ്റ്റ്യൻ ഉണ്ടെന്നാണ്, ക്രോപ്പിംഗ് സീസൺ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക കാലങ്ങൾ എഴുതുക. നമുക്ക് ഏതൊക്കെയാണ്? നമുക്ക് 3 സീസൺ ആണത് അല്ലെ. ഒന്ന് ഏതാണ്? ഒന്ന് ഖാരിഫ്, അതുപോലെ തന്നെ റാബി, സെയ്ദ്. ഖാരിഫ് ഏതാണ്? ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. നമ്മുടെ റാബി ഏതാണ്? ഒക്ടോബർ ടു മാർച്ച് വരെയാണ്. പിന്നെ ലാസ്റ്റ് വരുന്നതാണ് നമ്മുടെ സൈദ് അല്ലെ. ദെൻ ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ ഖാരിഫില് നോർത്തേൺ സ്റ്റേറ്റിൽ എന്തൊക്കെയാണ് കൃഷി ചെയ്യുന്നത്? റൈസ് ഉണ്ട്, കോട്ടൺ ഉണ്ട്, ബജ്റ ഉണ്ട്, മെയ്സ്, ജോവർ ഒക്കെ നമ്മൾ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ സദേൺ സ്റ്റേറ്റിൽ എന്തൊക്കെയാണ്? റൈസ്, മെയ്സ്, റായ്, ഗ്രൗണ്ട്നട്ട് ഒക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ റാബി സീസണിൽ നമ്മൾ എന്തൊക്കെ കൃഷി ചെയ്യുന്നത്? വീറ്റ്, ഗോതമ്പ് അറിയാലോ. യെസ്, ഗോതമ്പുണ്ട്, ഗ്രാമ്പുണ്ട്, റാപ് സീഡ്സും മസ്റ്റാർഡും ഒക്കെ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ സദേൺ സ്റ്റേറ്റില് റൈസ്, മെയ്സ്, രാഗി, ഗ്രൗണ്ട്നട്ട്, ജോവർ എല്ലാം അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. ദെൻ ലാസ്റ്റ് ആണ് നമ്മുടെ സെയ്ദാണ്. ഏപ്രിൽ ടു ജൂൺ വരെ കൃഷി ചെയ്യുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് നോർത്തിലും സൗത്തിലുമായിട്ടത് കൃഷി ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഈ ഭാഗം പഠിച്ചു വെച്ചോളൂ. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ല? ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കിയാലോ. സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ദെൻ ഷുഗർ കെയിൻ കൾട്ടിവേഷൻ ഇന്ത്യ. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന നമ്മുടെ കരിമ്പ് കൃഷിയെ കുറിച്ച് നമുക്ക് ഒന്ന് നോക്കാം. അറിയാലോ, കരിമ്പ് കഴിക്കാത്തതായിട്ട് ആരും ഇല്ലല്ലോ. ഓക്കെ. ദെൻ മഴയെ ആശ്രയിച്ച് ഈർപ്പം കുറഞ്ഞ കാലാവസ്ഥയിലാണ് എന്ത് കൃഷി ചെയ്യുക? നമ്മുടെ കരിമ്പ് കൃഷി ചെയ്യുന്നത്. മാത്രമല്ല നല്ല വിളവ് ലഭിക്കാൻ മിക്ക സ്ഥലങ്ങളിലും എന്തിന്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്? ജലസേചന സൗകര്യത്തിന്റെ ആവശ്യം ഉണ്ടാവാറുണ്ട്. ദെൻ നമുക്ക് ഉത്തർപ്രദേശ്, മേഘാലയ, ഗുജറാത്ത്, കർണാടക എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എന്തുണ്ടാവുക? നമ്മുടെ കരിമ്പ് കൃഷി കേന്ദ്രീകരിക്കുന്നത്. അതുപോലെ തന്നെ തമിഴ്നാട്, ആന്ധ്രാപ്രദേശിലും എന്തുണ്ട്? കരിമ്പ് കൃഷി ഉണ്ട്. ലോകത്ത് ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന ഏത് രാജ്യത്താണെന്നറിയോ? എവിടെയാണ്? ബ്രസീലിലാണ്. തൊട്ടു പുറകെ ആരുടെ സ്ഥലം? നമ്മുടെ ഇന്ത്യക്കാണ് 2ാം സ്ഥലം. ഞാൻ ടോട്ടല് 23% നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്? കരിമ്പ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ദെൻ എന്നാൽ പ്രദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിലെ മൊത്തം കൃഷിയിടത്തിന്റെ 2.4% മാത്രമേ നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ? കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. അപ്പൊ ഷുഗർ കെയിൻ ഒക്കെ ആണല്ലോ, തെറ്റല്ലേ? ഇനി മറ്റൊരു ടോപ്പിക് നമുക്ക് നോക്കാം. ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റൂറൽ സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ 4 വ്യത്യസ്ത എന്തുണ്ട്? ഗ്രാമീണ വാസസ്ഥലങ്ങളുണ്ട്. അവ കണ്ടെത്തുക. നമുക്ക് ക്വസ്റ്റ്യൻ 1 എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും, അല്ലെങ്കിൽ 2ഓ 3ഓ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ക്ലസ്റ്റേർഡ് വാസസ്ഥലങ്ങള്, അതുപോലെ തന്നെ സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റും ഹാംലെറ്റ് സെറ്റിൽമെന്റും ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ് നമുക്കുള്ളത്. അപ്പൊ ഓരോന്നും എന്ത് ചെയ്യുക? എക്സ്പ്ലെയിൻ ചെയ്യുക. സിമ്പിൾ ആണ്. നമുക്ക് മാർക്ക് വെറുതെ കളയണോ? വേണ്ടല്ലോ. നോക്കാം എന്താണ് ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്. ഫോർ എക്സാമ്പിൾ എടുത്തത് കൃഷിയിടം. അപ്പൊ നമുക്കറിയാം, കൃഷി എന്ന് പറയുമ്പോൾ ഈ കൃഷി ഉണ്ടാവില്ല മണ്ണിന്റെ അടിസ്ഥാനത്തിൽ കാലാവസ്ഥ നോക്കിയിട്ടാണ് അല്ലെ. ആ മണ്ണിന്റെ ഫെർട്ടിലിറ്റി, അതിന്റെ ഒരു സോയിൽ എത്രത്തോളം ഫലപുഷ്ടതയുണ്ടോ അതിനകത്ത് അവിടെ കൃഷി ഉണ്ടാവുക. ഒന്നും കൃഷി ചിലപ്പോൾ റൗണ്ട് ഷേപ്പ് ആകും, അല്ലെങ്കിൽ ചതുരാകും, അല്ലെങ്കിൽ നീളക്കത്തിലാവും. അപ്പൊ ആ കൃഷിയിടത്തിനെയും തൊട്ട് എന്തുണ്ടാകും? ഒരുപാട് അധിവാസ കേന്ദ്രങ്ങൾ ഇങ്ങനെ തെക്കി പാർക്കുന്നുണ്ടാകും. അപ്പൊ അതിനെയും സ്വാധീനിക്കുന്ന നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ ഈ ഒരു ക്ലസ്റ്റേർഡ്
അഗ്രികൾച്ചർ എന്ന് സെറ്റിൽമെന്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. മറ്റൊന്നാണ് എന്ത് സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ്. ഇവിടെ നമ്മൾ എന്താ പറയുന്നത്, ഒരു വലിയ ഒരു കുറേ മേഖലയിൽ നമ്മളെ എന്ത് ചെയ്യണേ, ഇപ്പൊ ഗ്രാമത്തിൽ ഒരുപാട് ആളുകൾ താമസിക്കുന്ന ഒരു വലിയ മേഖല അല്ലെങ്കിൽ ഒരു ഗ്രാമം, അവിടെ ചില എന്തെങ്കിലും ഒരു സാഹചര്യം മൂലം എന്ത് ചെയ്യാണ്, ഒന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും അവിടെ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കപ്പെടുക, അല്ലെങ്കിൽ എന്ത് കാരണമായിക്കോട്ടെ അവർ ആ ഗ്രാമത്തിൽ നിന്ന് പുറത്ത് താമസിക്കുന്ന അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സെമി ക്ലസ്റ്റേർഡ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കുന്നത്. then മറ്റൊന്നാണ് എന്ത് ഹാംലെറ്റഡ് സെറ്റിൽമെന്റ്. എന്താണ്, ചെറു ഗ്രാമങ്ങളിലെ അധിവാസ കേന്ദ്രങ്ങൾ. ഒരു സെറ്റിൽമെന്റ് ആകുമ്പോൾ എന്തുണ്ടാകും, പരസ്പരം വേർപെടുത്തി നിരവധി യൂണിറ്റുകൾ വെച്ച് നമ്മൾ എന്ത് വിളിക്കുന്നത്, നമ്മളെ ഹാംലെറ്റഡ് സെറ്റിൽമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഹാംലെറ്റ് സെറ്റിൽമെന്റ് എവിടേക്കും കാണപ്പെടുന്ന ഗംഗാ സമതലം, ഛത്തീസ്ഗഡ്, ഹിമാലയൻ താഴ്വരകൾ എന്നിവിടങ്ങളിലൊക്കെ നമ്മൾ ഇത്തരം ഹാംലെറ്റഡ് സെറ്റിൽമെന്റ് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊന്നാണ് എന്ത് ഐസൊലേറ്റഡ് സെറ്റിൽമെന്റ്. ഒറ്റപ്പെട്ട് താമസിക്കുന്ന ചിലപ്പോൾ ഒരു കുന്നിന്റെ മണ്ടയിലോ അല്ലെങ്കിൽ മൗണ്ടൈന്റെ അവിടെയും ചിതറിങ്ങനെ കിടക്കുന്ന കുറെ വാസസ്ഥലങ്ങൾ ഉണ്ടാവുമല്ലോ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ഹിമാലയൻ മേഖലകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും, കേരളത്തൊക്കെ നമുക്ക് മേഘാലയ ഉത്തരാഞ്ചലിലൊക്കെ നമുക്ക് ഇത്തരം സെറ്റിൽമെന്റുകൾ കാണാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മുടെ മിഡീവൽ ടൗൺ, മോഡേൺ ടൗൺ, ആൻഷ്യന്റ് ടൗൺ. പഠിച്ചു വെച്ചോളൂ, എന്തായാലും ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഇത് കണ്ടോ നിങ്ങൾ, മധുര, ഹൈദരാബാദ്, ഡൽഹി, പാടലിപുത്ര, മുംബൈ, ചെന്നൈ. അപ്പൊ ഇത് ഒരുപാട് ടൗൺസ് ഉണ്ട്. ഇതിൽ മിഡീവലും ഉണ്ട്, മോഡേണും ഉണ്ട്, ആൻഷ്യന്റും ഉണ്ട്. അപ്പൊ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും, നിങ്ങൾ കണ്ടെത്തണം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ എന്തറിയണം, എന്താണ് മിഡീവൽ ടൗൺസുകൾ, മോഡേൺ ടൗൺസുകളും ആൻഷ്യന്റ് ടൗൺസുകളും നിങ്ങൾ അറിയണം. ദെൻ ആൻഷ്യന്റ് ടൗൺ ആണ് വാരാണസി, പ്രയാഗ്, പാടലിപുത്ര, മധുര എന്നിവയാണ് പ്രധാനപ്പെട്ട പുരാതന നഗരങ്ങൾ. മിഡീവൽ ടൗൺസ് ഏതൊക്കെയാ മക്കളെ? മിഡീവൽ ടൗൺസ് എന്ന് പറയുന്നത് നമ്മുടെ ഡൽഹി, ഹൈദരാബാദ്, ജയ്പൂർ, ലക്നൗ, ആഗ്ര, നാഗ്പൂർ എന്നിവയൊക്കെ എന്താണ് മിഡീവൽ ടൗൺസ് ആണ്. ഈ ആൻഷ്യന്റ് ടൗൺസിന് മുകളിലൊക്കെ തന്നെയാണ് എന്ത് വികസിക്കുന്നത്, മധ്യകാല നഗരങ്ങൾ വികസിക്കുന്നത്. ദെൻ മോഡേൺ ടൗൺസ്, ആധുനിക നഗരങ്ങളുടെ ആരെ സ്വാധീനം, യൂറോപ്യന്മാരുടെ സ്വാധീനമുണ്ട്. യൂറോപ്യന്മാർ ഇന്ത്യയിൽ എന്തിനാണ്, കച്ചവടത്തിനാണ്. അത് അവർ സൂറത്ത്, ദാമൻ, ഗോവ, പോർട്ട് തുടങ്ങിയ വ്യാപാര തുറമുഖ മേഖലകൾ വികസിപ്പിച്ചു. ദെൻ വ്യാപാരത്തിനും ഭരണത്തിനുമായിട്ട് അവർ എന്തൊക്കെ, ബോംബെ, മദ്രാസ്, കൽക്കട്ട എന്നിവ അവര് വികസിപ്പിച്ചെടുത്തു. ഓക്കെ അല്ലേ? ഇതൊക്കെയാണ് നമ്മുടെ മോഡേൺ ടൗൺസിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഈ നോട്ട്സ് ഒക്കെ നമ്മൾ നമ്മുടെ ഓണം എക്സാമിന്റെ വാട്സപ്പിൽ നമ്മുടെ സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. പെട്ടെന്ന് ജോയിൻ ചെയ്ത് നമുക്ക് അവൈലബിൾ ആണ്, നമ്മുടെ എല്ലാ കാര്യവും നമുക്ക് ലഭ്യമാകും. then മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് the 4 different phases of population growth in India? ഇന്ത്യയിലെ ഒരു 4 ഘട്ടങ്ങളിലായിട്ട് പോപ്പുലേഷൻ ഗ്രോത്ത് കൂടിയും കുറഞ്ഞും നിൽക്കുന്നുണ്ട്. അപ്പൊ ഈ 4 ഫേസസ് ഏതൊക്കെയാണ്, ഏതൊക്കെ വർഷങ്ങൾക്കിടയിലാണ് ഓരോ ഫേസസ്, നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഫേസ് 1 1901 to 1921. then second phase 1921 to 1951. then third phase 1951 to 1981. then fourth phase 1981 to 2001. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ ഓരോ ഫേസും. അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിക്കണം. ഒരു ഇന്ത്യൻ ജനസംഖ്യയുടെ വളർച്ചയിൽ മുരടിച്ച ഒരു അവസ്ഥയാണ് നമ്മുടെ ഫേസ് 1 നമ്മൾ കാണാവുന്നത്. ഇവിടെ എന്തായിരുന്നു, ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിൽ കുറവുണ്ടാവുകയും അതുപോലെ തന്നെ എന്തുണ്ട്, ജനസംഖ്യ വർദ്ധിക്കുകയും മന്ദഗതിയിലുള്ള ഒരു വളർച്ചയാണ് നമുക്ക് ഫേസ് 1 നമുക്ക് കാണാൻ പറ്റുന്നത്. then phase 2 1921 to 1951 ആണ് നമ്മുടെ phase 2. ഇതൊന്നൊരു സുസ്ഥിരവും ജനസംഖ്യ
വളർച്ച രേഖപ്പെടുത്തിയ ഒരു ഘട്ടമായിരുന്നു. ഇന്ത്യൻ ജനസംഖ്യ വൻതോതിൽ വർദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലത്താണ്. ആരോഗ്യ സംരക്ഷണ സൗകര്യങ്ങൾ മെച്ചപ്പെട്ടതോടെ മരണനിരക്കിൽ കാര്യമായിട്ടുള്ള കുറവുകൾ ഉണ്ടായി. അപ്പൊ ഇതാണ് നമ്മുടെ phase 2. Then phase 3 1951 to 1981 ആണ്. ഇതെന്താണ്? ഇതൊരു ജനസംഖ്യ കണ്ടോ, ഇതൊരു ജനസംഖ്യ വളർച്ചയുടെ 3ാം ഘട്ടമാണ്. അതുപോലെ തന്നെ ജനസംഖ്യ വിസ്ഫോടന കാലഘട്ടം കൂടിയായത് നമ്മുടെ phase 3 എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിൽ മരണനിരക്ക് അതിവേഗത്തിൽ കുറയുകയും ജനനനിരക്ക് കുത്തനെ ഉയരുകയും ചെയ്ത ഒരു ഘട്ടം കൂടിയായിരുന്നു. ഓക്കെ ആണല്ലോ. Then phase 4 കണ്ടോ, 1981 to 2001 വരെയാണ് നമ്മുടെ phase 4 വരുന്നത്. ജനസംഖ്യയുടെ വളർച്ച നിരക്ക് ക്രമേണ ഒരു കുറഞ്ഞു വരുന്ന ഒരു പ്രവണത നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ phase 1, phase 2, phase 3, phase 4. പഠിക്കുക, എന്തായാലും നമുക്ക് എക്സാമിന് ഷുവർ ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ടോപ്പിക് ആണ് എന്ത്? ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. സ്ഥാനാന്തര കൃഷിയുടെ സ്വഭാവ സവിശേഷതകൾ. എന്താണ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ? ഷിഫ്റ്റിംഗ് കൃഷി ഉഷ്ണമേഖലാ മഴക്കാടുകളിലും കുന്നിൻ പ്രദേശങ്ങളിലും സാധാരണയായിട്ട് പരമ്പരാഗത കൃഷി രീതിയാണ് എന്ന് പറയുന്നത് നമ്മുടെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഫീച്ചേഴ്സ്, സെക്കൻഡ്, ഈ കൃഷി പറയുമ്പോൾ എങ്ങനെയാണ്? ഒരു ലാൻഡ് സെലക്ട് ചെയ്യുന്നു. ആ ലാൻഡിൽ അവർ അവിടുത്തെ വസ്തുക്കളൊക്കെ കത്തിച്ച് നശിപ്പിച്ച ചാരമൊക്കെ മണ്ണ് നിക്ഷേപിക്കുന്നു. മണ്ണിന്റെ ഫലപുഷ്ടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ അവർ എന്ത് ചെയ്യാണ്? മണ്ണിന്റെ ഫലപുഷ്ടത കുറയുന്നത് വരെ അവർ കുറച്ച് വർഷത്തേക്ക്, ഒരു 1-3 വർഷത്തേക്ക് അവർ എന്ത് ചെയ്യും? അത് കൃഷി ചെയ്യാതെ അത് മാറ്റി നിർത്തുകയും ചെയ്യുന്നുണ്ട്. ലളിതമായ ഉപകരണങ്ങളും പരമ്പരാഗത രീതികളുമാണ് അവർ ഫോളോ ചെയ്യുന്നത്. അപ്പൊ ട്രഡീഷണൽ ടൂൾസ് ആണ് ഉപയോഗിക്കുന്നത്, മോഡേൺ ടൂൾസ് ഒന്നും അവർ ഉപയോഗിക്കുന്നില്ല. ഓക്കെ അല്ലേ? മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് മൈനിങ് ആസ് എ പ്രൈമറി ആക്ടിവിറ്റി. ഒരു പ്രാഥമിക പ്രവർത്തനമാണ് എന്ത് പറയുന്നത്? മൈനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ മൈനിങ് നമുക്ക് 2 ടൈപ്പ് മൈനിങ് ഉണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് സർഫസ് മൈനിങ്ങും അതുപോലെ തന്നെ നമുക്ക് എന്താണ് അണ്ടർഗ്രൗണ്ട് മൈനിങ് നമുക്ക് ഉണ്ട്. ഉണ്ടല്ലോ, സെറ്റ് അല്ലേ? അപ്പൊ എന്തായാലും ചോദിക്കും, ഇമ്പോർട്ടന്റ് ആണ് മൈനിങ്, സർഫസ് മൈനിങ് അതുപോലെ അണ്ടർഗ്രൗണ്ട് മൈനിങ് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. എന്താണ് സർഫസ് മൈനിങ്? സർഫസ് മൈനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഭൂമിയുടെ ഉപരിതലത്തിന് താഴെയായിട്ട് ഈസി ആയിട്ട് കൂടുതൽ ടൂൾസും ടെക്നോളജിയും ഉപയോഗിക്കാതെ നമുക്ക് ധാതുക്കള്, മിനറൽസ് ലഭിക്കുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്മുടെ സർഫസ് മൈനിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അധികം തൊഴിലാളികളൊന്നും ആവശ്യമില്ല. എന്നാൽ അണ്ടർഗ്രൗണ്ട് മൈനിങ്, ഭൂഗർഭ ഖനനം എന്ന് പറയുമ്പോൾ എന്താണ്? ഇവിടെ ധാതുക്കൾ നമുക്ക് എവിടെ കാണാൻ പറ്റുക? ഭൂമിയുടെ ഏറ്റവും താഴെയായിട്ട് നമുക്ക് കാണാൻ പറ്റുക. മാത്രമല്ല ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ എന്തൊക്കെ ആവശ്യമുണ്ട്? ലിഫ്റ്റ് ആവശ്യം, ഡ്രിൽസ്, വെന്റിലേഷൻ സിസ്റ്റം, അതുപോലെ ഫുൾ പ്രൂഫ് മെത്തേഡ്സ്, ട്രാൻസ്പോർട്ടിങ് ഒക്കെ നമുക്ക് ആവശ്യമാണ്. അപ്പൊ ഒരു വലിയ ഒരു ടെക്നോളജി നമുക്ക് ഇതിന് ആവശ്യമാണ്. മാത്രമല്ല ഒരുപാട് അപകട സാധ്യതകൾ കാണുന്ന ഒരു മേഖലയും കൂടിയാണ്. അപ്പൊ എന്താണ്? നമുക്ക് ഈ ഭൂമിയുടെ ഉള്ളിലോട്ട് പോകുന്ന ഓക്സിജന്റെ അളവ് കുറയും, പല വിഷവാതകങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ ഇപ്പൊ എയർക്രാഫ്റ്റ് സംഭവിച്ച് ഇടിഞ്ഞു പോയിട്ട് മനുഷ്യന്റെ ജീവന് വരെ ആപത്തും സംഭവിക്കും. അതുകൊണ്ട് ഒട്ടുമിക്ക ആളുകളും ഈ ഒരു അണ്ടർഗ്രൗണ്ട് മൈനിങ് ഫോളോ ചെയ്യുന്നില്ല രാജ്യങ്ങളിൽ. കാരണം ഒരുപാട് തൊഴിലാളികൾ നഷ്ടപ്പെടാറുണ്ട്. എന്നാൽ ജനസംഖ്യ കൂടുതലുള്ള രാജ്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക് ആണ് എന്ത് പറയുന്നത്? 4 pillars of human development. 4 മാനവ വികസന തൂണുകൾ. അതൊക്കെയാണ്: ഒന്ന് ഇക്വിറ്റി, സബ്സ്റ്റൈനബിലിറ്റി, പ്രൊഡക്ടിവിറ്റി, എംപവർമെന്റ്. ഈ 3ഉം നന്നായിട്ട് പഠിച്ചോളി. എന്തായാലും നമുക്ക് ഈ ഭാഗത്തുനിന്ന് ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ ആണല്ലോ? ഓക്കെ അല്ലേ?
അപ്പൊ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ എല്ലാ ഒരു 30 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ നോക്കിയിട്ടുണ്ട്. എന്തായാലും പഠിക്കാം, 30 മാർക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ പോക്കറ്റിൽ ഇടാം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ എന്താ ചെയ്യുക, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ അയച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തുക. അപ്പൊ ഓക്കെ, അപ്പൊ മാത്രമല്ല നമ്മുടെ ഈ ഓണം എക്സാമിന്റെ ഈ ഒരു സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമ്മുടെ ഈ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആകും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ബൈ.